പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയോജക മണ്ഡലം സാധാരണഗതിയിൽ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള ഒരിടമല്ല. പലപ്പോഴും അയൽ മണ്ഡലങ്ങളായ ആറന്മുളയിലും റാന്നിയിലുമാണ് ശക്തമായ പോരാട്ടങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ്. ആറന്മുളയിൽ വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും ഏറ്റുമുട്ടുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ തിരുവല്ലയിലും അരങ്ങേറുന്നത്. കഴിഞ്ഞ 20 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് മാത്യു ടി തോമസ് ആണ്. ഇടതുമുന്നണിയുടെ ഭാഗമായി JDS-ലൂടെയാണ് അദ്ദേഹം ഇത്രയും കാലം തുടർന്നത്. എന്നാൽ പിന്നീട് JDS നേതൃത്വവുമായി ഭിന്നിക്കുകയും സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തവണ അദ്ദേഹം ജനവിധി തേടുന്നത്. മാത്യു ടി തോമസ് കഴിഞ്ഞ 20 വർഷം മണ്ഡലത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇത്തവണ സജീവമായി ഉയരുന്നുണ്ട്. തിരുവല്ല ബൈപ്പാസ് പൂർത്തിയായത് നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോഴും അത് ജനങ്ങൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്ന പരാതിയും ശക്തമാണ്. തിരുവല്ല സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയും ടൗൺ കേന്ദ്രീകരിച്ചുള്ള വികസനവും മാത്രമേ നടക്കുന്നു എന്നുള്ള ആക്ഷേപവും അദ്ദേഹത്തിന് തിരിച്ചടിയായേക്കാം. ആനിക്കാട്, മല്ലപ്പള്ളി, നിരണം, കടപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന സംസാരവും നിലവിലുണ്ട്. UDF സ്ഥാനാർത്ഥിയായി വർഗീസ് മാമൻ എത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ചിരുന്നു. ജോസഫ് M പുതുശ്ശേരിക്ക് സീറ്റ് ലഭിക്കാത്തത് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായെങ്കിലും ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. താരതമ്യേന ജൂനിയറായ ഒരാൾക്ക് സീറ്റ് നൽകിയതിനെ ചൊല്ലി പേയ്മെന്റ് സീറ്റ് എന്നത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും വർഗീസ് മാമൻ സജീവമായ പ്രചാരണത്തിലാണ്. ഇതിനിടയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വലിയൊരു മുന്നേറ്റമാണ് NDA കാഴ്ചവെക്കുന്നത്. ഇതോടെ തിരുവല്ലയിലെ പോരാട്ടം കൃത്യമായ ഒരു ത്രികോണ മത്സരമായി മാറിക്കഴിഞ്ഞു. മറ്റുള്ളവരെ അപേക്ഷിച്ച് യുവത്വവും കേന്ദ്ര സർക്കാരിനുള്ള സ്വാധീനവുമാണ് അനൂപ് ആന്റണിയുടെ പ്രധാന പ്ലസ് പോയിന്റുകൾ. അനൂപ് ജയിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വികസന പദ്ധതികൾ നേരിട്ട് മണ്ഡലത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് BJP പ്രവർത്തകർ അവകാശപ്പെടുന്നു. മാത്യു ടി തോമസിന് ഇനിയൊരു അവസരം കൂടി നൽകണോ എന്ന ചർച്ചകൾ മണ്ഡലത്തിൽ സജീവമാണ്. ഇടതു വോട്ടുകൾ ചോരാതിരിക്കാൻ LDF കിഴഞ്ഞു ശ്രമിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ് വർഗീസ് മാമന്റെ ശ്രമം. എന്നാൽ ഈ രണ്ട് മുന്നണികളെയും അപേക്ഷിച്ച് പുതിയൊരു മാറ്റം എന്ന നിലയിൽ അനൂപ് ആന്റണിക്ക് വോട്ടർമാർക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും വ്യക്തിപ്രഭാവവും വികസന ചർച്ചകളും ഒത്തുചേരുന്ന തിരുവല്ലയിലെ ഈ പോരാട്ടം ഒരു സിനിമാറ്റിക് ത്രില്ലർ പോലെ ആകാംക്ഷാഭരിതമായി മാറുകയാണ്. അന്തിമ വിജയം ആർക്കൊപ്പമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.